ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. മറ്റൊരു മീര. വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റ പോലെ അവൾ പാറി നടന്നു. 8 വയസ്സേയുള്ളൂ. മിടുമിടുക്കി. ആർക്കും ഇഷ്ടം തോന്നുന്ന രൂപവും ഭാവവും പ്രകൃതവും. അന്നൊരിക്കൽ അമ്മയുമൊത്ത് അവൾ സായി സമീപം എത്തി. ആനന്ദത്തിന്റെ നാളുകൾ. ഭക്തയായ നാഗമണി അമ്മയുടെ ബന്ധുവിന്റെ പുത്രിയാണ് ആ കുട്ടി. ഒരു ദിവസം ബാബ ഭക്തന്മാരുമായി ചിത്രാവതി തീരത്തേക്ക് പുറപ്പെടുന്ന വേള പെട്ടെന്ന് തെന്നൽ പോലെ ആ കൊച്ചുമിടുക്കി ഓടിയണഞ്ഞു. കയ്യിൽ ഭഗവാനുള്ള പാദുകങ്ങൾ. അവൾ ആ പാദുകങ്ങൾ തിരുമുമ്പിൽ വെച്ചു. മിടുക്കി, കൊള്ളാം. നിനക്ക് എന്തു വേണം? ചോദിക്കൂ, ഞാൻ അതു നൽകാം. വിഭു വരദാനമരുളി. പെൺകുട്ടിയുടെ കണ്ണുകൾ മിന്നിത്തിളങ്ങി. കവിൾ അരുണിമയാർന്നു. കൂപ്പുകൈയോടെ വരദായകനോട് അവൾ പറഞ്ഞു, എനിക്ക് മറ്റെന്തു വേണം സ്വാമി? ഈ പാദുകങ്ങൾ വല്ലപ്പോഴുമേ അവിടുത്തെ തൃപ്പാദത്തിൽ കാണൂ. എന്നെ എന്നേക്കുമായി ഈ തൃപ്പാദങ്ങളിൽ ചേർക്കൂ. മഹാപ്രഭുവിനോടുള്ള അർത്ഥന കേട്ട് ചുറ്റിനുമുള്ള ഭക്തന്മാർ നൊമ്പരപ്പെട്ടു. വിഭുവിന്റെ മനസ്സും ഒന്ന് ഇളകിയോ? അവിടുന്ന് മൃദുല സ്വരത്തിൽ പറഞ്ഞു, കുഞ്ഞേ, നീ എത്രയോ ചെറുപ്പം. ഇനി എത്രയോ കാലം ജീവിക്കേണ്ടതാണ്. എന്തൊക്കെ അറിയുവാൻ കിടക്കുന്നു. വിവാഹം കഴിക്കണം, അങ്ങനെ എന്തൊക്കെ. ഭഗവാൻ അർദ്ധോക്തിയിൽ നിർത്തി. അരുതേ. അസഹ്യമായത് കേട്ടതുപോലെ കുട്ടി പറഞ്ഞു, സ്വാമി തന്നെ അരുളിയിട്ടുണ്ടല്ലോ ഇതെല്ലാം ക്ഷണികമാണെന്ന്. വിവാഹവും ഗൃഹവും സന്താനവും പ്രാരബ്ധം വർദ്ധിപ്പിക്കുന്നുവെന്നും സ്വാമി പറഞ്ഞിട്ടില്ലേ? എനിക്കതൊന്നും വേണ്ട. എനിക്ക് അവിടുത്തെ തൃപ്പാദം മാത്രം മതി. അപ്പോഴേക്കും അവൾ കരച്ചിലിന്റെ വക്കത്തെത്തിയിരുന്നു. ഭഗവാൻ മെല്ലെ അവളെ തട്ടിക്കൊണ്ട് അരുളി, നോക്കൂ, നിനക്ക് അച്ഛനില്ല, അമ്മയ്ക്ക് നീ മാത്രം. ബംഗാരു, നീ കൂടി പോയാൽ അമ്മയുടെ അവസ്ഥ എന്താണ്? അവർക്ക് പിന്നെ ആരാണ് കൂട്ട്? പെട്ടെന്നായിരുന്നു കുട്ടിയുടെ മറുപടി. സ്വാമി, എന്നെ വിവാഹം കഴിച്ചയച്ചാലും ഇതുതന്നെയല്ലേ അവസ്ഥ? അപ്പോഴും അമ്മ ഒറ്റയ്ക്കാവില്ലേ? അപ്പോഴും അമ്മ കരയും. അപ്പോൾ കരയുന്നത് എന്നെ പോലെ എന്റെ മോളും പ്രാരബ്ധത്തിൽ പെട്ടതിലായിരിക്കും. പക്ഷെ ഞാൻ അവിടുത്തെ തൃപ്പാദത്തിൽ ചേർന്നാൽ അമ്മ എന്തിനു കരയണം? കാരണം ഞാൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്കല്ലേ പോകുന്നത്. ഒന്ന് നിർത്തി അവൾ സ്വല്പം പരിഭവത്തോടെ പറഞ്ഞു. അവിടുന്ന് ആഗ്രഹങ്ങൾ ഒഴിവാക്കുവാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു. പക്ഷെ എന്നോട് മാത്രം ആഗ്രഹങ്ങൾ കൂട്ടുവാനും പറയുന്നു. ഇതെന്താണ് സ്വാമി ഇങ്ങനെ? അവളുടെ സ്വരത്തിൽ പരിഭവം. ശരി ശരി, നല്ലത്. വിഭു അവളെ മെല്ലെ തട്ടി. വിഭു വരമരുളി. അതിനുശേഷം പെൺകുട്ടി അമ്മയുമായി ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. ഇവിടെ നിന്നും പുറപ്പെട്ടതിന്റെ 5-ാം ദിനം. അന്നൊരു വ്യാഴാഴ്ച. പതിവിലും ഉന്മേഷവതിയായിരുന്നു ആ കൊച്ചുമിടുക്കി. അന്ന് അവൾ സ്കൂളിൽ പോകാൻ കൂട്ടാക്കിയില്ല. അമ്മയോട് രൂപ വാങ്ങി. നാളികേരവും പുഷ്പവും ചന്ദനത്തിരിയും വാങ്ങിച്ചു. പുത്രിയുടെ ഭാവം അമ്മയ്ക്ക് മനസ്സിലായില്ല. അവൾ പൂജാമുറിയിൽ കയറി തിരികൊളുത്തി സായിരാം എന്ന മധുരമന്ത്രം മനസ്സലിയും വിധം ജപിച്ച് പൂക്കൾ അർപ്പിച്ചു. വിഭുവിന് നിവേദ്യം സമർപ്പിച്ചു. അതിനുശേഷം പതിവ് പോലെ ഭക്ഷണം കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ, എനിക്ക് എന്തോ പോലെ. പക്ഷെ ഇത് പറയുമ്പോഴും ആ മുഖം പ്രസന്ന ഗംഭീരമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പരിഭ്രാന്തിയായി. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും പക്ഷി കൂടുവിട്ട് കഴിഞ്ഞിരുന്നു. ആ പാരിജാത പുഷ്പം വിഭുവിന്റെ തൃച്ചേവടികളിൽ അർപ്പിതമായി കഴിഞ്ഞു. തന്റെ പ്രിയ ഭക്തയെ വിഭു സ്വധാമത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അവൾ മറ്റൊരു മീര. ഭഗവാന്റെ അത്യത്ഭുത ലീല ഇതിലും വലുതായി കണ്ടത് കുട്ടിയുടെ അമ്മയിലാണ്. ഈ കൊടിയ ദുഃഖം വലിയൊരു യോഗിയുടെ മനോഭാവത്തോടെ സ്വീകരിക്കാൻ അവർക്കായി. അവർ ഭഗവത് തൃപ്പാദത്തിൽ സമ്പൂർണ്ണ ശരണാഗതി തേടി. ആത്മവിദ്യ പഠിക്കാനെത്തിയ നചികേതസിനെ എത്ര വട്ടം പരീക്ഷിച്ച ശേഷമാണ് യമദേവൻ അത് നൽകിയത്. പ്രഹ്ലാദനും ധ്രുവനും വിഭുവിനെ കൂടാതെ ഇനി ജീവിതം വേണ്ട എന്ന അവസ്ഥയിൽ എത്തിയപ്പോഴല്ലേ അവിടുന്ന് നിത്യമായ ആനന്ദം നൽകി അനുഗ്രഹിച്ചത്. ഓം തത്സത്.